ഇപ്പൊ മാധവ് സുരേഷ് ഇപ്പൊ മലയാളത്തില് ഇപ്പൊ വന്നിരിക്കുന്ന എസ്പെഷ്യലി ഈ ഇയർ എന്ന് പറയുന്നതില് എല്ലാ സമയത്തും മലയാള സിനിമ കോണ്ടന്റുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്താറുണ്ട്. മേക്കിംഗ് കൊണ്ട് ഇപ്പൊ 2024 അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു 2025 നമ്മൾ നോക്കുന്ന സമയത്ത് മലയാള സിനിമ ഇതുവരെ പരീക്ഷിക്കാത്ത ജോണറുകൾ മുഴുവൻ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വല എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു സ്പേസിൽ നമ്മൾ കാണുന്നു. അതല്ല ജാംബി പോലെ ഒരു പടം വരുന്നുണ്ട്. ഹൊറർ മൂവീസ് തന്നെ വളരെ കുറവ്, പക്ഷെ ഹൊററും വരുന്നുണ്ട്, സോംബി പടം വരുന്നു, അങ്ങനെ എല്ലാം വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്പേസിലാണ് വളരെ യങ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്ന് നിൽക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പം എസ്പെഷ്യലി മാധവന്റെ ഒക്കെ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോൾ മാർവൽ കുറെ ഇംഗ്ലീഷ് സിനിമകളിൽ നമ്മൾ കാണുന്ന ജോണറുകളൊക്കെ നമുക്ക് ഇവിടെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുകയാണല്ലോ. ഈ ടൈമിൽ തന്നെ വന്നതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ടോ ഈ സമയത്ത് മലയാള സിനിമയിൽ എത്തിയില്? വലയെ പറ്റി സംസാരിക്കുന്നതിന് ഇത് now that you brought up this point, ഗഗനചാരിയെ പറ്റി പറയണമെന്നുണ്ട്. Yes, of course, ഗഗനചാരി അത്രയും. ഗഗനചാരി was a movie that was well inside the cooker. It was working, എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത് since about 2019 if I'm not wrong, and റെഡിയായി വെച്ച പടം ഒരുപാട് ഡിലേ കഴിഞ്ഞാൽ റിലീസായത്. നമ്മുടെ ക്രൗഡ് ശരിക്കും പറഞ്ഞ നമ്മുടെ വ്യൂവേഴ്സ് ശരിക്കും പറഞ്ഞ ഈ ഒരു ജനറേഷനിലാണ് നേരത്തെ പറഞ്ഞ പോലെ റെഡി ആയത് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് അക്സെപ്റ്റ് ചെയ്യാൻ. നമുക്കത് ഉണ്ടാക്കാനുള്ള മീൻസും ഉണ്ടായിരുന്നു, അതിന് താല്പര്യമുള്ള ക്രിയേറ്റേഴ്സും ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ റെഫറൻസ്, അതിശയൻ എന്നൊരു സിനിമയും സൈഫൈ ആണ്, സയന്റിഫിക് ഫിക്ഷൻ ആണ്. അത് എത്ര വർഷം മുന്നേ വന്നതാണ്. പക്ഷെ അതിന് ആസ് എ സൈഫൈ മൂവി അല്ല, ഒരു കിഡ്സ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനൊരു അക്നോളജ്മെന്റ് കിട്ടിയത്. ബട്ട് ഇറ്റ്സ് എൻ ആക്ച്വൽ സൈഫൈ മൂവി, ഇറ്റ്സ് എ കോൺസെപ്റ്റ്. ഹൾക്ക് പോലൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ കൂടുതൽ അതൊരു കിഡ്സ് മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് മൂവിയെക്കാട്ടിലും ഒരു പ്രോപ്പർ സൈഫൈ ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു ക്രൗഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനൊരു നീഷ് ഉണ്ട്. ഒരുപാട് പേരല്ലെങ്കിലും വി സ്റ്റിൽ ഹാവ് ദ നീഷ്. അവർ കയറും ഇങ്ങനത്തെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ. And I'm very proud to be a part of this project because not only are we doing the first zombie movie in, probably not in India, but in Malayalam definitely. Jagadish Srikumar sir എന്ന ലെജൻഡ്, അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് റോൾ ഒരു സിനിമയിൽ ആഫ്റ്റർ ദി അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. മൈ ഫാമിലി ഈസ് ഓൾസോ വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. എൻ്റെ ചേട്ടനും ഉണ്ട്, ആക്ച്വലി എൻ്റെ ചേട്ടനുണ്ട്, ഞാനും ഉണ്ട് ഈ സിനിമയിൽ. സോ മണിയൻ ചിറ്റപ്പനായിരുന്നു ആക്ച്വലി ഗഗനചാരിക്ക് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ലെറ്റ്സ് സീ, വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഗഗനചാരി ടു വല, വല ടു മണിയൻ ചിറ്റപ്പൻ. ഐ എം ഷുവർ അരുൺ ചന്തു, the director, will crack your minds. Okay.